ജൂലൈ 16-ാം തീയതി സമയം 8:30 നാടിനെ നടുക്കിയ അർജുന്റെ ആ സംഭവം അരങ്ങേറിയത്. കാർമേഘം മൂടിയ ഇരുണ്ട ആകാശത്തിൽ കാറ്റും അതിശക്തമായ മഴയും വീശിയടിക്കുന്നു. അവന്റെ വാഹനം കുതിച്ചുയരുന്ന വെള്ളത്തിന്റെ ഓളങ്ങൾക്കിടയിലൂടെ അടിയിലേക്ക് പതുക്കെ കൂപ്പുകുത്തി. അവൻ അറിയുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചു കരഞ്ഞു. ഒരു ജനത മുഴുവൻ അവനെ തിരിച്ചു കിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു. മാത്രമല്ല രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർക്കവിടെ പിഴച്ചു. അവിടെയുള്ള ഒരുപാട് ആളുകളുടെ ചേതനേറ്റ ശരീരങ്ങൾ മണ്ണിനടിയിൽ നിന്നും മാന്തിയെടുത്തു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരവും ശരീരഭാഗങ്ങളും വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അർജുൻ എവിടെ? അന്ന് തുടങ്ങിയ ആ ചോദ്യചിഹ്നമാണ് ഇപ്പോഴും തെളിയിക്കാനാകാത്ത നിഗൂഢതകളിലൂടെ സഞ്ചരിക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെ നിന്നും ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്ന ഉൽക്കയെ പോലും കണ്ടുപിടിക്കാനാവുന്ന സെൻസറുകൾക്ക് മീറ്ററുകൾ ചുറ്റുവട്ടത്തിലുള്ള അർജുന്റെ ലോറിയെ പോലും കണ്ടുപിടിക്കാനാവില്ല. ഇതിൽ എന്തെങ്കിലും നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ടെക്നോളജി മോശമായിട്ടാണോ അതോ അർജുന്റെ ലോറി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ? മെറ്റൽ ഡിറ്റക്ട് ചെയ്യാൻ ശേഷിയുള്ള ഐബോർഡ് ഡ്രോണിനെ ഇരുമ്പിനാൽ പണിഞ്ഞ ലോറിയുടെ ആ സാന്നിധ്യം പോലും കണ്ടെത്തുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു. ഒരിക്കലും പോസിബിൾ അല്ല എന്ന് വിചാരിക്കുന്നിടത്താണ് യഥാർത്ഥം ശരിക്കും അരങ്ങേറി തുടങ്ങുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ കഥ നടന്നിട്ടുണ്ട്. അർജുന്റെ നിഗൂഢതകൾ നിറഞ്ഞ ഈ അന്വേഷണത്തിന്റെ തുടർ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ്